കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമ്മിൽ പോലെ തന്നെ ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റലിലെ വാസത്തിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു കാര്യം ഞാനിങ്ങനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ് നമ്മൾ, അതായത് 6ാമത്തെ ദിവസം. അപ്പോൾ ഹോസ്പിറ്റലിൽ WNC ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. രാത്രി ഞാനും എൻ്റെ ചേച്ചിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കാണിക്കാനായിട്ട്, ചുമ കൂടുതലായിട്ട്. അപ്പോൾ കാണിക്കാനായിട്ട് പോയപ്പോഴത്തേനും അവിടെ ചെന്നപ്പോഴത്തേനും കാഷ്വാലിറ്റി ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ച് മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു പിറ്റേന്ന് OP ഒന്നുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ OP കൊണ്ട് കാണിച്ചപ്പോഴത്തേനും പറഞ്ഞത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തു. ഞാൻ എക്സ്റേ എടുത്തിട്ട് കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അപ്പം കഫക്കെട്ടുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കണമെന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ നെഞ്ചത്തൊന്ന് കൈവച്ചു. കാര്യം മൂത്താൾ കൂടി ഉണ്ട്. അഡ്മിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അങ്ങനെ ഒന്ന് പിൻവലിഞ്ഞെങ്കിലും അവർ പറഞ്ഞു പോയി ഇത് എന്താ പറയുക, അഡ്മിഷൻ്റെ ആ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അഡ്മിഷൻ ബുക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബുക്ക് എടുക്കാൻ ഞാൻ പോയി. ഞാനിങ്ങനെ വീട്ടിലേക്ക് സൗമ്യ ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അപ്പം പറഞ്ഞു അഡ്മിറ്റ് ആക്കണമെങ്കിൽ നീ വിഷ്ണുവിനെ വിളിച്ചു പറ, അതായത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറ. അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആക്കട്ടെ, അതാകുമ്പോൾ പെട്ടെന്ന് മാറുമല്ലോ. അങ്ങനെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഞങ്ങൾ വാർഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നീഡിലിടണമല്ലോ. കുഞ്ഞിന് നീഡിലിടാൻ എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട, ആശുപത്രി കരഞ്ഞ് ഒരു പരിവാക്കിയ ആൾ. അറിയാലോ, നമ്മളും ആ സ്റ്റേജും കഴിഞ്ഞിട്ട് വന്നതാണല്ലോ. സിസറിൻ്റെ രണ്ടാമത്തെ ഡെലിവറിയോ ആദ്യ ഡെലിവറിക്കൊക്കെ നമ്മൾ ഇതിന് കുത്തുന്നുണ്ട്. പെയിനും കാര്യങ്ങളും നമുക്കറിയാം, നല്ലപോലെ അറിയാം. അങ്ങനെ അതെല്ലാം ഇട്ടു. നമ്മൾ വന്നു, അവിടെ വാർഡിൽ വന്നു ഹോസ്പിറ്റലിൽ. നമ്മളൊരു ബെഡിൽ, അതായത് നമ്മൾ കിടക്കുന്ന വാർഡിൻ്റെ അറ്റത്തെ ബെഡിലായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞത്, അതായത് എൻ്റെ ഉള്ളതാണത്, പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ ചെന്ന ദിവസം ആ കൊച്ചു പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞത്, അതാണെങ്കിൽ എൻ്റെ മോള് ഒരു രക്ഷയില്ല, നമ്മുടെ താമസിച്ച് നല്ല കരച്ചിലായിരുന്നു, വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു, അവൾക്ക് വയ്യാത്തതിൻ്റെ ഒരു കരച്ചിൽ. അപ്പോൾ അവർ പറഞ്ഞത് ഇതേ സെയിം അവസ്ഥയിലായിരുന്നു ഞങ്ങൾ വന്നത്. എന്തായാലും 2 ദിവസം ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ മാറും, ആള് ഓക്കെ ആകും, അതായത് അനുഭവസ്ഥയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പാതി ആശ്വാസമായി. ഇഞ്ചക്ഷനിലൂടെ മാത്രമേ ഇത് മാറത്തുള്ളൂ, നല്ലോണം കുറയത്തുള്ളൂ എന്നാ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അതൊക്കെ എല്ലാം സെറ്റാക്കി നമ്മൾ അറ്റത്തെ ബെഡിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം രാത്രിയത്തെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെയുള്ള മിക്കവരൊക്കെ ആയിട്ട് കൂട്ടായി, ഒരുവിധം എല്ലാവരുമായിട്ട് കൂട്ടായി. അങ്ങനെയാണല്ലോ ഹോസ്പിറ്റൽ ലൈഫിൽ. അതായത് പേ വാർഡിനേക്കാളും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വാർഡ്. അതാകുമ്പോൾ എല്ലാവരുമായിട്ട് സഹകരിച്ച്, നമ്മൾ സംസാരിച്ച്, മിണ്ടാതിരുന്ന് വളർന്നവരല്ല, എല്ലാവരും സംസാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരുടെ പരസ്പരം സഹകരണമായിട്ടാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നിട്ട് അവിടെ. എന്താ പറയുക, ഒരു ഫാമിലി പോലെ ഹോസ്പിറ്റൽ ലൈഫാണ്. 2-3 ദിവസത്തെ വെച്ചാൽ ഭഗവാനെ ഒക്കെ ഒന്നും വരാതിരിക്കട്ടെ. അപ്പം എല്ലാവരും നല്ല സഹകരണം, പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പാത്രം കൊണ്ടുവരാത്തവർക്ക് പാത്രം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കടയിൽ പോകുമ്പോൾ ഒരുമിച്ചൊക്കെ പോവുക. അങ്ങനെ ഞാൻ പറയട്ടെ, മെയിനായിട്ട് പറയുമ്പോൾ അറ്റത്തെ ബെഡാണ് നമുക്ക് കിട്ടിയത്. അവിടെ ആണെങ്കിൽ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എൻ്റെ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയണ്ടല്ലോ, അവൾ ഇച്ചിരി എഴുന്നേറ്റിരുന്നിട്ട് താമ്പൂച്ചനെ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കും. ഫാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബെഡിൻ്റെ നേരെ മാത്രം ഫാനുണ്ട്, വേറെ ബെഡിന് ഞങ്ങൾ അന്ന് കിടന്ന ബെഡിൻ്റെ നേരെ ഫാനില്ല. കാര്യം കൊതുകും മൊത്തം. അതോ കൊതുകുതിരിയോ മറ്റേ ഗുഡ് നൈറ്റോ അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ലല്ലോ, ശ്വാസം മുട്ടലുള്ള കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് നമ്മൾ അതൊന്നും അവിടെ വെച്ചവർ തന്നെ ആണെങ്കിലും നേഴ്സ് വന്ന് വഴക്ക് പറഞ്ഞു, അത് അവോയ്ഡ് ചെയ്തു, ഇല്ലാതാക്കി. പിന്നെ എന്താ പറയുക, അങ്ങനെ ആ ബെഡ് ഭയങ്കര കൊതുകായിരുന്നു. ആദ്യത്തെ ദിവസം അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മിക്കവരും, അതായത് താമ്പൂച്ചനുമായിട്ട് കുട്ടികളെല്ലാം നല്ല കൂട്ടായി, അടിപൊളിയായിട്ട് അവൾ എൻജോയ് ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പോൾ തന്നെ അവൾ നോക്കിയായി. അപ്പോൾ ആദ്യം വന്നാൽ കരഞ്ഞു പിഴിഞ്ഞ കുഞ്ഞായിരുന്നില്ല പിറ്റേന്ന്. അവൾ ഏകദേശം ഓക്കെ ആയപ്പോൾ എല്ലാവരോടും കളിച്ചിരിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പം പിറ്റേന്നായപ്പോഴത്തേനും അവിടെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബലൂൺസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ മകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പിള്ളേർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ
അവൾ അവിടെ ഇരുന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അപ്പോൾ ഡോക്ടർ വന്ന് അവരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അവർക്കൊക്കെ ഡിസ്ചാർജ് ആയതുകൊണ്ട് അങ്ങനെ അവരൊക്കെ ഡിസ്ചാർജ് ആയിരുന്നു. അതായത് താമ്പൂച്ചൻ അവരൊക്കെയായിട്ട് നല്ല കൂട്ടായി. അപ്പം അവർ താമ്പൂച്ചനെ പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു പേര് പറഞ്ഞു എന്താണുള്ളത്, ഒരു ടീച്ചറിൻ്റെ മോളാണുള്ളത്. അപ്പം ആ കുട്ടിയും പിന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു പേര് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല, ഞാൻ പേര് മറന്നുപോയി. അവർ പെട്ടെന്നുള്ള പോയതുകൊണ്ട് നമ്മൾ പേരൊന്നും ഓർക്കണില്ല. അപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും കൂടി താമ്പൂച്ചനുമായിട്ട് നേഴ്സിൻ്റെ അടുത്ത് പോയി. നേഴ്സുമായിട്ട്, അതായത് നൈറ്റിൽ രാത്രി അവർ പോകുന്നത് പോലെ തന്നെ ഇയാൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവരൊക്കെ ഡിസ്ചാർജൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഇയാൾ നമ്മുടെ താമ്പൂച്ചൻ പിറ്റേന്ന് അവർ പോയതിനു ശേഷം ഇയാൾ നേഴ്സിനെ കാണാൻ പോകാൻ തുടങ്ങി. നേഴ്സിൻ്റെ അടുത്ത് എന്നിട്ട് തട്ടി വിളിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞ ആളിങ്ങ് തിരിച്ചു വരും. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ WNC ഹോസ്പിറ്റൽ വളരെ കംഫർട്ടബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാരൊക്കെ തന്നെയാണ് നല്ല സഹകരണമുള്ള, എന്തുവാണെങ്കിലും നമ്മളോട് വന്ന്, അതായത് കുഞ്ഞുങ്ങൾ ഉറങ്ങുവാണെങ്കിൽ കുട്ടികളെ അടുത്ത് തന്നെ ആണെങ്കിലും വന്ന് അവരെ നല്ല രീതിയിൽ തന്നെയാണ് ഇഞ്ചക്ഷൻ, അതായത് നോവാത്ത രീതിയിലൊക്കെ തന്നെ ചില മരുന്നുകളൊക്കെ കുത്തി ശരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അവർക്ക് പെയിൻ ഉണ്ടാകത്തില്ല. ഇതറിയാത്ത രീതിയിൽ അവരെ ആശ്വസിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഡോക്ടർമാരൊക്കെ തന്നെയാണെങ്കിലും നല്ല ഡോക്ടർമാരൊക്കെ ആയിരുന്നു. ആദ്യം നമ്മൾ കാണിച്ചത് ഡോക്ടർ രശ്മി ഡോക്ടറായിരുന്നു. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ദിവസം നമുക്ക് വന്നത് ശ്രീദേവി ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ ചെന്ന ദിവസം തന്നെയാണ് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും വരുന്നത് തന്നെ ഈ ശ്വാസം മുട്ടലും, അതായത് ഈ കഫക്കെട്ട് എല്ലാം അതൊക്കെ തന്നെ അങ്ങനെ എന്താ പറയുക. പിന്നെ പറയാനായിട്ടുള്ള ഫുഡിൻ്റെ കാര്യം, അതായത് നല്ല രീതിയിലൊരു ഫുഡിൻ്റെ ഇത് അവിടെ ഇല്ല. ക്യാൻറ്റീനിലെ ഫുഡൊക്കെ തന്നെയാണെങ്കിലും ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. പിന്നെ എന്താ, പുറത്ത് തന്നെയാണെങ്കിലും പുറത്ത് കടകളിൽ ഞങ്ങളന്ന് മേടിച്ചിരുന്ന ഒരു ഉമ്മാൻ്റെ കടയിൽ നിന്നാണ്. അപ്പോൾ ബിരിയാണി മേടിച്ച് തന്നു, അതായത് ഞങ്ങളുടെ മാവിനൊരു ബിരിയാണി മേടിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്താണെങ്കിലോ 110 രൂപയുടെ ബിരിയാണി ആയിരുന്നു. അത് ചിക്കൻ ഉണ്ട്, ബിരിയാണി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇച്ചിരി ഇത്ര ഉണ്ടായിരുന്നു, കുറച്ച്, നമുക്ക് ഒട്ടും വിശപ്പ് കിടാത്ത രീതിയിലുള്ള ബിരിയാണി ആയിരുന്നു. അതെനിക്ക് വളരെ ദേഷ്യമാണ്. കാര്യം ഒരു ബിരിയാണിക്ക് 110 രൂപ ആയി. അപ്പോൾ 2 ബിരിയാണി ഞങ്ങൾ മേടിച്ചപ്പോൾ വളരെ നഷ്ടമായിട്ടാണ് അത് തോന്നിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണുമൊക്കെ വളരെ മോശമായിട്ടുള്ള ഊണുകളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ചായയൊക്കെ ഓക്കെ, നല്ല ചായയൊക്കെ ആയിരുന്നു, കൂടുതലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെയുള്ളവരൊക്കെ ആയിട്ട് രാത്രി സംസാരവും കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആദ്യത്തെ സെക്ഷൻ പോയി ഡിസ്ചാർജ് ആയപ്പോഴത്തേനും ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ട് ഞങ്ങൾ മാത്രം, അതായത് ഞങ്ങൾ മാത്രം ആ ഒരു വാർഡിൽ, ഞങ്ങളുടെ കിടക്കുന്ന ആ വാർഡിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സമാധാനിച്ചു, എന്തായാലും മക്കളുടെ അസുഖങ്ങളൊക്കെ മാറിപ്പോയില്ലേന്ന്. നോക്കിയപ്പോൾ എന്താ വരുന്നു അടുത്ത ഒരു ഞങ്ങളുടെ ആ ബെഡിൻ്റെ ഇത് മൊത്തം നിറഞ്ഞു, ആ വാർഡ് മൊത്തം നിറഞ്ഞ രീതിയിൽ പേഷ്യൻസ് വന്നു. അപ്പം ഞങ്ങൾ പിറ്റേന്ന്, അതായത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ തന്നെയാണെങ്കിൽ ബോറടിക്കാത്ത രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. അതായത് എന്താ പറയുക, ഒരു പാർക്ക്, ചെറിയൊരു പാർക്കും കാര്യങ്ങളും, ഊഞ്ഞാൽ, മറ്റേ ആ കയറി ഇങ്ങനെ ഇറങ്ങുന്ന സാധനം, പിന്നെ എന്താ പറയുക സിസോ, അല്ലാതെ എക്സ്ട്രാ വേറെ ഊഞ്ഞാൽ, അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ആടാൻ പറ്റുന്ന ഒരുവിധം. ഞാനിരുന്ന് ആടിയായിരുന്നു, സത്യം പറയല്ലോ, ഞാനിരുന്ന് ആടിയായിരുന്നു, എനിക്ക് ആടാൻ പറ്റുന്ന രീതിയിലുള്ള ഊഞ്ഞാൽ. അങ്ങനെ അവിടെ ഇരുന്ന് കുട്ടികൾക്ക് തന്നെ ആഹാരം കൊടുക്കാനൊക്കെ തന്നെയാണല്ലോ ആ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആഹാരം കൊടുത്തു. ആഹാരം വന്ന സമയത്തൊന്നും ആഹാരം കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ഊഞ്ഞാലിരുത്തേക്ക് ആഹാരമൊക്കെ കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ആഹാരത്തിന് അളവൊക്കെ ചെറുതായിട്ട് കൂട്ടി കൊണ്ട് വന്നു. അത്രയും എഫക്റ്റുള്ള മരുന്നാണ്. അപ്പോൾ നേഴ്സ് പറഞ്ഞായിരുന്നു ആഹാരം എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ ഉപകാരം, വളരെ നന്ദി അങ്ങനൊരു സജ്ജീകരണം ചെയ്തതിന്. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് നമ്മുടെ ആ ഗാർഡൻ, അവിടുത്തെ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ കുറേ നേരം നോക്കി. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ എന്നല്ല പറയുന്നത്, ഒരു വ്യത്യസ്തമാർന്ന ഒരു പഴം കണ്ടു, ഫ്രൂട്ട് കണ്ടു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് വേണം. അത് എന്ത് പഴമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാര്യം എന്താ കാഴ്ചയിൽ പ്ലം ആണോ എന്ന് തോന്നാം, എങ്കിലും പ്ലമ്മിൻ്റെ കുരു അങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നി. ഒത്തിരി പ്ലമ്മിൻ്റെ അത്രയും വലിപ്പവും ഇല്ല, ചെറിയ ഇതുള്ളൂ, നമ്മൾ എന്താ പറയുക ലന്തപ്പഴം കൂട്ട് അത്രയും വലിപ്പമാണ് കണ്ടത്. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചുവന്ന നിറത്തിൽ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി, പഴുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും തക്കാളി നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ എന്താണ് രുചി, ആ ഒരു രുചിയായിട്ടാണ് തോന്നിയത്. പച്ചയ്ക്കാണെങ്കിലും നല്ല പുളിയുണ്ടായിരുന്നു. നമ്മുടെ കൂടുതലുള്ളവരൊക്കെ അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളിയാന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞത് അത് നമ്മൾ പഴുത്തിട്ട് കഴിക്കുക,
നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മളത് എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, പച്ചക്കനെ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഫ്രൂട്ട് ഒന്ന് നോക്കിയിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതിൻ്റെ പേര് എന്താണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല അവിടെ വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അവിടേക്ക് ഇരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ മുത്തശ്ശി ആൽമര അതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ പോയിരുന്നു. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല, അതിൻ്റെ പ്രായം കാരണം എന്താ പറയുക കമ്പുകൾ ശിഖരങ്ങളൊക്കെ താഴെ ഒടിഞ്ഞ് വീഴുന്നുണ്ടെന്ന്. എന്നാലും ഒരു ദിവസം ഞാൻ പോയിരുന്നിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ ഇരുന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഡോക്ടർ വരുന്നത് നമ്മൾ ഡിസ്ചാർജ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിചാരിച്ച 5 അത് പിറ്റേന്ന് രാവിലെ ആയിരിക്കും വിടുന്നതെന്നുള്ള രീതിക്ക്, അതായത് ബുധനാഴ്ച വിടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം ഡോക്ടർ വന്നപ്പോൾ നമ്മൾ കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ ചെസ്റ്റ് പരിശോധിച്ചപ്പോൾ ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അപ്പം ഇഞ്ചക്ഷൻ തീർന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം എന്താ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഡിസ്ചാർജ് ചെയ്യുവാണ്, കാര്യം വേറൊന്നുമല്ല, ന്യൂ അഡ്മിഷൻസ് കുറേ വരുന്നുണ്ട്, കൂടുതലും ചുമയും പനിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞിന് കുറവുള്ളത് കൊണ്ട് എന്താ പറയുക നമ്മൾ കിടത്തുന്നില്ല, വിടുവാണ്, ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക ചുമക്കുമ്പോൾ വിക്സ് ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എന്താ പറയുക ചെറുതായിട്ട് ഒരു കുറുങ്ങലുണ്ട് ചെറുതായിട്ട് വെച്ചാൽ ചുമക്കുമ്പോൾ ഒരു കഫം വലിഞ്ഞുള്ള ചുമയില്ല, അങ്ങനത്തെ ചുമയുണ്ട്. അപ്പോഴത്തേനും എന്താ പറയുക ചെറിയ ചൂടുള്ള വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞത് മിഠായി കൊടുക്കുക, ചെറിയ പുളിപ്പുള്ള മിഠായി കൊടുക്കുക, നാരങ്ങ മിഠായില്ലേ അതൊക്കെ കൊടുക്കുക, നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ചില ഡോക്ടർമാർ പറയും മിഠായി ഒന്നും കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡോക്ടർ എന്നെ മൂത്താളെ കാണിക്കാൻ പോയി ഇവിടെ മഞ്ച് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾക്ക് വളരെ സന്തോഷമായി, അതായത് ദേവുവിന് താമസിച്ചെന്ന് അങ്ങനെ അറിയാനായില്ലല്ലോ, അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാവരും അതായത് പിന്നെ വന്ന കുറച്ചധികം കൂട്ടുകാരൊക്കെ എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ തന്നെ ഒരു കസിൻ ഉണ്ടായിരുന്നു, റിൻറ്റു എന്ന് പറയുന്ന ചേച്ചി. പിന്നെ വേറെ എന്ന് പറയുന്നത് റിച്ചു, അവളുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട്. റിച്ചു അവളൊരു ചെറിയ ഫാഷൻ ഡിസൈനറാണ്. എന്താ പറയുക നമുക്ക് ഇവിടെ ചെന്നാലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടുമെന്ന് നിർത്തില്ല, അതുപോലൊരു സാധനമായിരുന്നു കേട്ടോ അത്. ഏകദേശം ഞങ്ങളുടെ ഒരേ ടേസ്റ്റാണ്, എല്ലാ കാര്യത്തിലും ഒരേ അതാണ്. ബ്യൂട്ടീഷ്യനും എന്താ പറയുക ഫാഷൻ ഡിസൈനിങ്ങും തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം, അങ്ങനെ ആകണമെന്നാണ്. അവളും അതേ സെയിം തന്നെയാണ്, അവളും ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളും, ഞാനും ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളും. അപ്പം ഞങ്ങൾ തമ്മിൽ വാട്സപ്പ് നമ്പറൊക്കെ ഷെയർ ചെയ്തു. ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ, അവളെ കാണും ഉറപ്പാണ്. അവളെന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്തു. അവൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്, അവർക്കൊക്കെ വളരെ 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 നന്ദി. അപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ആയത് ബുധനാഴ്ച ഒരു 3:45 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതിൻ്റെ ട്രാവലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്താ പറയുക ഇന്നലെ വൈകിട്ടായതുകൊണ്ട് വീട്ടിലോട്ട് പോയില്ല, കാര്യം വേറെ ഒന്നുമില്ല, അവിടെ അച്ഛനും പനിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അച്ഛന് പനിയെല്ലാം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പുന്നപ്പുറയിലോട്ട് പോകുവാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുവാണ്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ മൂത്താൾ അവിടെ ഉണ്ട്, അവൾക്ക് ഭയങ്കര വിഷമമാണ് പിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത്. കാര്യം ഇനി എനിക്കൊരു സർജറിയും കൂടി ഉണ്ട്. കാര്യം എൻ്റെ മോള് ഇളയാളെന്ന് എൻ്റെ വീടുമായിട്ടൊന്ന് കുറച്ച് കംഫർട്ടബിൾ ആകണം. കാര്യം കൂടുതലും പുന്നപ്പുറമല്ല നിൽക്കുന്നത്, അവിടെ നോക്കാൻ ആരുമില്ല. കാര്യം ആരുമില്ല എന്നുള്ളതല്ല, അമ്മായിയമ്മക്ക് കാലിനൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പറയാൻ പറ്റും എൻ്റെ അമ്മ ഭയങ്കര ഓക്കെ ആണെന്ന് അല്ല, എൻ്റെ അമ്മക്കും വയ്യായികളുണ്ട്. പിന്നെ അവിടെ കടയുണ്ട്, നമുക്ക് പുന്നപ്പുറ കടയുണ്ട്, പിന്നെ അതൊക്കെ നോക്കണം. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അമ്മായിയമ്മക്ക് പറ്റത്തില്ല. അതുകൊണ്ട് സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ, ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. സർജറി ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യണം. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്നും വരത്തില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക ഇതാദ്യമായിട്ടാണ് കാണണമെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ പൊട്ടിയേക്കണേ. അപ്പോൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.